ഹലോ. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും കാണുമല്ലേ നമ്മളൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്ന് വന്നത്. ആക്ച്വലി എനിക്കും ഇങ്ങനെ ഒരു സ്റ്റോറി പറയാനുണ്ട്. ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും മാത്രം, ഞാനും എൻ്റെ ഫ്രണ്ട് റഫീഖ് കൂടെ ഒരു കൊടൈക്കനാൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അൺഎക്സ്പെക്റ്റഡായിട്ട് വന്ന കുറച്ച് പേരാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. സോ ഞങ്ങൾ നേരെ ആദ്യം എന്ത് ചെയ്യുമെന്നറിയാതെ കാത്തിരിക്കുകയായിരുന്നു. സോ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കൊടൈക്കനാലെത്തി. കൊടൈക്കനാലിൽ നമ്മളൊരു ടാക്സി വിളിച്ച് പൂണ്ടിയിലോട്ട് പോകണം. പൂണ്ടിയിലെ ലാസ്റ്റ് ബസ് പോയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് പോകുകയാണെങ്കിൽ പൂണ്ടിക്ക് വേറെ ബസ്സൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ടാക്സി അറേഞ്ച് ചെയ്തു. സോ പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ചായ കുടിക്കാനൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തൊരു ഷോർട്സ് ആയിരുന്നു അത്. എന്ന് വെച്ചാൽ എനിക്കറിയില്ല, പൂണ്ടിയോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. ആ ഒരു വ്യൂ നോക്കിയാൽ നിങ്ങൾ കാണാൻ തന്നെ എന്ത് രസമാണ് അല്ലേ. ഞങ്ങളെല്ലാവരും മലപ്പുറത്ത് നിന്നായിരുന്നു കേട്ടോ. സോ അതൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളെടുത്തൊരു ഷോട്ടാണ്. ഞങ്ങൾ ഫസ്റ്റ് പൂണ്ടിയിലെത്തിയിട്ട് ഗൗഞ്ചിയിലാണ് ശരിക്കും സ്റ്റോപ്പ്. ബസ്സിൽ വരികയാണെങ്കിൽ നമ്മൾ ടാക്സിയിലായതുകൊണ്ട് നമ്മൾ പൂണ്ടി വരെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടുന്ന് പോരത്തില്ല, അത്രയ്ക്ക് രസമായിരുന്നു. ഇതായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഇത് സനീതാണ്. ആൻഡ് നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതായത് നമ്മൾ തന്നെ സ്വന്തം ക്യാമ്പ് ഫയറൊക്കെ വേണമെങ്കിൽ നമ്മൾ തന്നെ സ്വന്തം വിറകൊക്കെ വെട്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സോ ഞാനായിരുന്നു ക്യാമറ സെറ്റപ്പ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് എൻ്റെ സ്വന്തം നൻപനാണ് റഫീഖ് മുഹമ്മദ്. സോ റഫീഖ് മുഹമ്മദിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. റഫീഖ് മുഹമ്മദിൻ്റെ കുറച്ച് വിദ്യകൾ നമ്മളിവിടെ പയറ്റാൻ പോവുകയാണ്. അങ്ങനെ കുറേ പരിശ്രമത്തിനിടയിൽ നമുക്ക് അറ്റ് ലാസ്റ്റ് നമ്മുടെ തീ റെഡിയാക്കി വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും പിടിച്ചുകൊണ്ട് ലാസ്റ്റ് തീ സെറ്റായി. ഓക്കെ. സോ നമ്മുടെ റഫീഖിനെ ഞാൻ വിളിക്കുന്നത് സഹോ എന്നാണ്. സോ സഹോ ഭയങ്കര ടോക്റ്റീവായിരുന്നു. അത്യാവശ്യം ഭയങ്കര ചളി അടിക്കുകയായിരുന്നു. പക്ഷെ ആ ചളിയൊക്കെ കാരണം കേട്ടോ നമ്മൾ ഇത്രയും കൂടുതൽ ഫ്രണ്ട്സായിട്ട് അതായത് നമ്മൾ ഞാനും സഹോമായിട്ട് വന്നതായിരുന്നു. പക്ഷെ ഇവരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി ആയതും ഭയങ്കര അടിപൊളിയായതും ഈ ഒരു ചളിയൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ വീഴ്ത്തിയത്. നമ്മളിതൊക്കെ തീയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പിന്നെ അടുത്ത പരിപാടിയിലോട്ട് കടന്ന്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു കഥയാണ്. എന്നുവെച്ചാൽ ഞാനും റഫീഖും ഒറ്റക്കാണ് ഈ യാത്ര തുടങ്ങിയത്. ഞങ്ങൾക്ക് അറിയില്ല ഈ ആൾക്കാരെ ഞങ്ങൾ പരിചയപ്പെടും, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്ന് ഒന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കൊടൈക്കനാലിൽ വരിക, തിരിച്ചു പോവുക. പൂണ്ടി എന്ന് പറഞ്ഞ സംഭവം ഞങ്ങളുടെ സ്ഥലത്തില്ല, ഞങ്ങളെ പ്ലാനിലില്ല. ഞങ്ങൾ ഇവരെ പരിചയപ്പെടുന്നത് വെച്ചാൽ നമ്മൾ പയനിയിലെത്തിയാണ്ട് ബസ് റിസർവ് ചെയ്യണം. ആ സമയത്താണ് ഇവരും ടെൻ്റൊക്കെ നമ്മൾ ടെൻ്റ് എടുത്തിനി. അപ്പോൾ ഇവരും ടെൻ്റ് എടുത്തിനി. അപ്പോൾ നമ്മൾ സംസാരിച്ച് പിന്നെ ഈ റഫീഖിൻ്റെ ചളിയൊക്കെ പറഞ്ഞാണ്ടാണ് ഇവർ നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് ഒരിക്കലും അറിയില്ല നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് ആവുക. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അത്രക്കും അടിപൊളി ഒരു ഡേ തന്നെയായിരുന്നു. ആ 2 ദിവസം ഒരിക്കലും മറക്കില്ല. ഞാൻ എപ്പോഴും അവൾക്ക് വിളിക്കലുണ്ട്, ഞാൻ പറയലുണ്ട്, എടാ ഷാഹിദേ സൂപ്പറായിന് ആ ദിവസം. അത് പോലും ഞങ്ങളോടും പറയലുണ്ട്, എടാ അത് സൂപ്പറായിന്. അതുപോലത്തെ ഒരു ദിവസം ഓളുടെ ലൈഫിലും ഉണ്ടായിട്ടില്ല, അതുപോലെ ഞങ്ങളുടെ ലൈഫിലും ഉണ്ടായിട്ടില്ല. പിന്നെ അതിന് ശേഷം ഉണ്ടായിന് എനിക്കറിയില്ല. പക്ഷെ അതുവരെ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഓൾക്കും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ. അത്രക്കും രസം. കാരണം നമ്മൾ പരസ്പരം അറിയില്ല. ഞങ്ങൾ അന്ന് കുറേ നേരം സംസാരിച്ച് എന്താ ചോദിച്ചാൽ ഇപ്പോഴൊരു ഐഡിയ എന്താണ്. പല ആൾക്കാരുടെ പേരും ഇപ്പോൾ ഫുള്ളായിട്ടും ഓർമ്മിച്ച് വെക്കണമില്ല. പക്ഷെങ്കിലും നമുക്ക് എന്നാലും കുറേ ആലോചിക്കുമ്പോൾ ഓനാണ്, ഷാഹിദാണ്, അല്ലെങ്കിൽ സനീദാണ്, അല്ലെങ്കിൽ ജോഷുവാണ്, റസലാണ്, അല്ലെങ്കിൽ നമുക്ക് ആഷിനാണ്, ആരെങ്കിലും നമുക്ക് അറിയാം. പേരൊക്കെ കുറച്ചുകൂടി ഓർത്താൽ നമുക്ക് വേഗം കിട്ടും. പക്ഷെ ആ ദിവസം അത് രക്ഷയില്ല മക്കളെ. ഞങ്ങൾ എന്തൊക്കെയോ ആണ് സംസാരിച്ചത്. ആ കാര്യം ഞങ്ങൾ 2 മലപ്പുറക്കാരാണ്. ഞങ്ങളെല്ലാവരും 2 അല്ല, ഞാനും റഫീഖും കൊണ്ടോട്ടിയാണ്, ഇവർ തിരൂരുമാണുള്ളത്. അത് മാത്രം അറിയാം. ഞങ്ങളെല്ലാവരും ഇങ്ങനെ പരിചയപ്പെട്ട് വന്ന ആൾക്കാരാണ്. ആ ഒരു ബോണ്ടിങ്ങും ആ ഒരു രസം, പൈസ ഷെയറിങ് ആണെങ്കിലും ഫുഡ് ഷെയറിങ് ആണെങ്കിലും എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലും ഒക്കെ ഭയങ്കര രസമായിന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ആസ്വദിച്ച് പോയൊരു ട്രിപ്പ് വേറെ ഇല്ല.
ഞാൻ പല ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പ് ചോദിക്കുകയാണെങ്കിൽ അത് ഞാൻ പറയും ഈ കൊടൈക്കനാൽ ട്രിപ്പാണ്, ഈ പൂണ്ടി ട്രിപ്പാണ്. ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ പൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലം തന്നെ അവിടെ ഉണ്ടായിനി. ഞങ്ങൾ എപ്പോഴും കൊടൈക്കനാൽ വരും തിരിച്ചു പോകും. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നത് ഈ ഈ പൊന്ന് ചക്കന്മാരാണ്, ഈ പൊന്ന് മുത്തുമണികളാണ്. ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഇനി സൂപ്പറായിന്. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ മാഗി ആട്ടോ വാങ്ങിയ, മാഗി മുട്ടയും. സോ പാത്രം എല്ലാ സംഭവങ്ങളും ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു അറബിക് ഡിഷ് പോലെ നമ്മൾ ഡിസേർട്ടിലേക്ക് പോയി കണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കില്ല, അതുപോലെ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ മാഗി നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റുള്ള മാഗിയെ തിന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി നാട്ടിൽ വന്നിട്ട് ഒരു മാഗി ഇതിൻ്റെ ഇത്രയും പൂതിയോണ്ട് തൊള്ളിൽ വെള്ളം വരുന്നതുകൊണ്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് ഒരു മാഗി മുട്ടയൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കി. പക്ഷെ ഒരു രസമില്ല. പക്ഷെ ഇവിടുന്ന് തിന്ന് കജ്ജിട്ട് വാരി ഇല്ലാതെ അടി കൂടിയാണ്ടൊക്കെ വാങ്ങി തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റൂല, അത്രക്കും രസേനി. ഇതിൻ്റെ ഇടയിൽ കുറച്ച് നടന്ന സംഭവങ്ങൾ ഇങ്ങനെ തന്നെ കേട്ടോക്കി. ഞാൻ ഇത് ടെൻ്റെ എടുത്ത വീഡിയോ കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ്. നമുക്ക് നല്ല കാര്യം എവിടേക്കോ എന്തൊക്കെയോ വരാനുണ്ട്. അതിന് വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ കാത്തിരിക്കുന്നതിന് വേണ്ടി ഒക്കെ റെഡിയാവും.